നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി കട്ടക്കലിപ്പോട് കൂടിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ ബാലൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ബാലിനെ മൈൻഡ് ചെയ്യാൻ നേരം ഇതിന്റെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, കുടിക്കടാ ചായ എന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്താ ഗോമതി ഇത്? ഏ ബോധം പൊക്കണമൊന്നും ഇല്ലാത്ത അവന്റെ കൊണ്ട് ചായ കൊടുത്തിട്ട് എന്താവാനായിട്ടാ? നീ ആ ചായ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ആ ചായ ഇങ്ങോട്ട് മേടിക്കുവാണ്. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ദേ ബാലേട്ടാ, ബാലേട്ടനോട് ഇതുവരെ ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ മനസ്സിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ബാലേട്ടൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറൊരാൾക്കും ഞാൻ എന്റെ മനസ്സിന്റെ കോണിൽ പോലും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പം ബാലേട്ടൻ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു പറയണ. അല്ല ഗോമതി, നിന്നോട് ഞാൻ എന്ത് ചതി ചെയ്തെന്നാ നീ പറയണെന്ന് ചോദിക്കാം. ദേ ബാലേട്ട, വെറുതെ കള്ളത്തരം പറയണ്ട. കള്ളത്തരോ? ഞാൻ കള്ളത്തരം പറഞ്ഞ് നീ വിശ്വസിക്കുന്നുണ്ടോ? അല്ല ഗോമതി, നീ എപ്പോഴും എന്നോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് അത് ബാലേട്ടാ അല്ല, എനിക്കറിയാം നീ എന്നോട് കള്ളത്തരം ഒന്നും പറയില്ലെന്ന്. കാരണം നീ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ഭാര്യയല്ലേ. അപ്പൊ നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവനെ പറഞ്ഞു വിടാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, തൽക്കാലത്തേക്കില്ലെന്ന് പറയണ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാനും ചിലതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയണ. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു. പറഞ്ഞു വിടാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറയണ. ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം വന്നു. ഗോമതി കട്ട കലിപ്പോട് കൂടിയിട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ബാലൻ അവിടെ നിന്ന് ചിരിക്കുവാണ്. എടി ഗോമതി, നീയൊക്കെ ഒളിപ്പിച്ചു വെച്ച കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് ബാലിനൊരു ഊണും ഉറക്കവും വിശ്രമവും ഒക്കെ ഉള്ളൂ. അതുവരെ ബാലിന് ഇങ്ങനെ ഇരിക്കും, ഇനിയൊക്കെ കാണിച്ചു തരാം എന്ന് ബാലിനിങ്ങനെ മനസ്സിൽ പറയണം. ആ സമയത്ത് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് നന്ദിത ഇരിക്കുന്നത്. നന്ദിതയുടെ അടുത്തേക്ക് അനന്തം വന്നു. അനന്തം വന്നു കഴിഞ്ഞപ്പം നന്ദിത പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും അനന്തേട്ടാ? നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വരത്തില്ലേ? ഒരു പക്ഷെ ഗോമതി കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ ബാലിന് ഇങ്ങോട്ടേക്ക് വരും. പിന്നീട് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതിനേക്കാളും ഭേദം അതിനു മുമ്പ് തന്നെ നമ്മൾ പോകുന്നതല്ലേ നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനന്തം പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും വരത്തില്ല എന്ന് പറയാ. അതെന്താ? നമ്മൾ കാര്യങ്ങൾ പറയുന്നില്ലല്ലോ. അതല്ല അനന്തേട്ടാ, അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു വാടക വീട് നോക്കിയാലോ? അല്ല, അങ്ങനെയൊക്കെ വാടക വീട് നോക്കി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അച്യുതൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അവൻ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാറാതെ പറ്റില്ലല്ലോ. ഗോമതി വന്ന് സ്ഥാനം ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? നീ ഒന്ന് സമാധാനിക്ക്, നമുക്ക് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞങ്ങനെ ആശ്വസിപ്പിക്കുവാണ്. ആ സമയത്ത് ആകാശിന്റെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നത്. രവീന്ദ്രൻ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ആകാശ് വീട്ടിൽ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാതിരുന്നേ എന്ന് ചോദിക്കണം. ആകാശ് പറഞ്ഞു, അത് പിന്നെ അങ്കിളെ, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നൂറ് പ്രശ്നങ്ങളായിപ്പോയി. സത്യം പറഞ്ഞ അങ്കിളിനോട് എങ്ങനെ പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേന്ന് പറയണം. അല്ല ആകാശെ, എന്താ കാര്യം? അത് പിന്നെ അച്ഛനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ചെറുപ്പക്കാരനോ? ഏത് ചെറുപ്പക്കാരൻ? അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല അങ്കിളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ബാലൻ തന്ത്രശാലിയാ, ഇപ്പൊ കണ്ടില്ലേ? അതാ ഞാൻ ആകാശിനോട് പറഞ്ഞേ, അവിടെ സമാധാനം എന്ന് പറയുന്ന എന്നൊന്നുണ്ടോ? ഇങ്ങോട്ടേക്ക് പോരെ, നിനക്ക് എപ്പം വേണം ഇങ്ങോട്ടേക്ക് വരാലോ. ഇവിടെ ഒന്ന് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി കഴിയാം. അത് ഞാൻ എത്ര വട്ടമായി പറയണേ. അല്ല, ഇന്ന് കടയിലേക്ക് ബാലൻ വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കും. ഇല്ല, വന്നില്ല എന്ന് പറയണം. അപ്പൊ ശ്രീദേവിക്ക് സർവ്വ അധികാരങ്ങളും കൊടുത്തിരിക്കും അല്ലേ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ കട ശ്രീദേവിയുടെ കയ്യിലോ. നിങ്ങളെല്ലാം കടയിൽ നിന്ന് പുറത്താകേണ്ട വരും. ബാലന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ. സൂക്ഷിച്ചും കണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആകാശിനെ കൊള്ളാന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പോഴത്തേന് ശാന്തി ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. ആ ബാലൻ അവിടെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ചെറുപ്പക്കാരനോ? അതെ, എന്താ ഏതൊന്നും അറിയത്തില്ല, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ദേ രവിയേട്ട, ഒരു കാര്യം ചെയ്യണം. രവിയേട്ടന് ആകാശിനെ ഒന്ന് പോയി കാണണം കേട്ടോ. എന്താ ഏതൊന്നും അറിയത്തില്ലോ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ചറിയണമെന്ന് പറയണം. നാളെ ആട്ടെ എന്നൊക്കെ പറയണം. ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗോമതിക്കാണെങ്കിൽ ഓരോന്നൊക്കെ ചിന്തിക്കുമ്പോൾ ടെൻഷനാ. തന്റെ ഭർത്താവ് തന്നെ ചതിച്ചു എന്നൊരു തോന്നൽ ഗോമതിയുടെ മനസ്സിലേക്ക് വരിക. അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിന് മാത്രം താൻ എന്ത് തെറ്റാ ബാലേട്ടനോട് ചെയ്തേ? ഒന്നും വേണ്ടിയിരുന്നില്ല. ഇത്രയ്ക്ക് വലിയ പാപം താൻ ചെയ്തിട്ടില്ല. പിന്നെ ബാലേട്ടൻ തന്നോട് ചോദിച്ചു, താൻ എന്തെങ്കിലും കള്ളത്തരമൊക്കെ ചെയ്തിട്ടുണ്ടോന്ന്. താൻ ആകെപ്പാടെ ചെയ്ത കള്ളത്തരം ഒന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ബാലേട്ടനോട് സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. ഈ സമയത്ത് ആരിന് ഓട്ടം പോയിട്ട് ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തുവാണ്. നിർത്തിയിട്ടൊന്ന് ഫോൺ വിളിക്കാം, അമ്മയൊന്ന് ഫോൺ വിളിച്ചാലോ എന്നോർത്ത് ഇങ്ങനെ ഫോൺ എടുക്കുവാണ്.
പക്ഷെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. അല്ലേ വേണ്ട, വെറുതെ എന്തിനാ ശല്യം ചെയ്യുന്നത് ഓർക്കണം. അപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിച്ചു, അല്ല എന്താ വിളിക്കാൻ ഫോൺ എടുത്തിട്ട് വിളിക്കാത്തെ? അത് പിന്നെ അമ്മയെ വിളിക്കാനായിട്ട് എടുത്താ. പിന്നെ ഓർത്ത് വേണ്ടാന്ന് ഓർത്തു. അമ്മയുടെ മനസ്സ് വേദനിച്ചിരിക്കുവാന്ന് തോന്നേ. എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ എന്ന് പറയണേ. അതെന്താ? എന്നാ പിന്നെ വിളിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഏയ്, വിളിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ടെൻഷൻ കൂടത്തല്ലേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും അതല്ല അമ്മ എടുത്ത തീരുമാനങ്ങളാണ്. അമ്മയ്ക്കൊരു വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്തൊക്കെ എന്റെ പുറകെ ഓടി വന്ന എന്റെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താ കാര്യങ്ങളെന്ന് അറിയാം. തൽക്കാലത്തേക്ക് എന്താണെങ്കിലും വിളിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ മുറിയിലേക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് രവീന്ദ്രന്റെ ഭാര്യ ശാന്തി ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തൊക്കെയാ മീനു അവിടെ നടക്കണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. എടി മോളെ, ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ഏതോ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നൊക്കെ ആകാശ് പറഞ്ഞല്ലോ എന്ന് പറയണം. എന്റെ അമ്മേ, ആകാശ് അങ്ങനെയൊക്കെ പറയും, അതൊന്നും അമ്മയൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയും. എന്നാലും അത് ആരടി മോളേന്ന് ചോദിക്കാം. അമ്മേ, അത് കൂട്ടുകാരന്റെ മോളാണ് അത്. പിന്നെ അതിനകത്ത് വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ അമ്മയൊന്നും ടെൻഷൻ അടിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല, കൂട്ടുകാരന്റെ മോനെ എന്തിനാ ബാലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നേ? ഓ എന്റെ അമ്മേ, കൂട്ടുകാരന്റെ മോനെ കൊണ്ടുവന്നു വെച്ചാൽ ആശുപത്രിയിൽ എങ്ങാണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ. അപ്പൊ അതിന് കൂട്ടുകാരൻ എങ്ങാണ്ട് ഇവിടെ ഇല്ല, പുറത്തെങ്ങാണ്ട് പോയേക്കുക. അതുകൊണ്ടാ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. എന്നാലും ഇതത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മീനാക്ഷിന്ന് ചോദിക്കുക. അമ്മ ഫോൺ വെച്ചേ. രാത്രി വിളിച്ചിട്ടാണ് ഇങ്ങനത്തെയുള്ള സംസാരമൊക്കെ. ഇതങ്ങോട്ട് നിർത്തിയാരെ. എനിക്ക് എന്താണ് ഇതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് ആകാശിനോട് പറഞ്ഞു, ആകാശ് എന്ത് പരിപാടിയെ കാണിച്ചേ? ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛനെ നാണം കെടുത്തേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ആകാശം എന്നൊക്കെ പറയാണ്. പിന്നീട് ഗോമതിയാണ് ആകെ വിഷമിച്ച് മിത്രയുടെ മുറിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മിത്ര തറയെ ബെഡ്ഷീറ്റും ഇരിക്കുകയാണ്. ഗോമതിയോട് പറഞ്ഞു, ഡി അപ്പച്ചി കട്ടിലെ കയറി കിടന്നോളാൻ പറയണം. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അതെ അമ്മ കട്ടിലെ കിടന്നോളാൻ പറയണം. വേണ്ട, എനിക്ക് കട്ടിലെ കിടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് പറയണം. എന്ത് വർത്താനാ അമ്മ ഈ പറയണമെന്ന് ചോദിച്ചോണ്ട് മീനാക്ഷി അങ്ങോട്ട് വന്നു. കട്ടിലെ കിടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നോ? അതൊക്കെ അമ്മയുടെ തോന്നലല്ലേ? അമ്മയ്ക്ക് യോഗ്യതയില്ലേ? കുടുംബത്തിൽ പിന്നെ ആർക്കാ യോഗ്യതയുള്ളതെന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, അത് ശരിയാ, അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട. നാളെ ആരിനെയും കൂടി ഇരുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും. ആരും അച്ഛനോട് കാര്യങ്ങളൊക്കെ തിരക്കോളും. ആരിന്റെ മുന്നിൽ എന്താളും അച്ഛൻ കള്ളത്തരം പറയുന്നു എനിക്ക് തോന്നണില്ല എന്ന് പറയണം. ഇതേടപ്പോ ഗോമതി പറഞ്ഞ് ശരിയാകൂല്ലെന്ന് ചോദിക്കുക. ശരിയാകും, ദേ അമ്മ കയറി കിടന്നോളാനൊക്കെ മീനാക്ഷിയും പറയാണ്. അങ്ങനെ ഗോമതി കട്ടിലേക്ക് കിടന്ന് ആലോചിക്കുവാണ്. ഗോമതിക്കാണെങ്കിൽ ഓർക്കുമ്പോ നെഞ്ചിങ്ങനെ പിങ്ങിക്കൊണ്ടിരിക്കുക. നാളത്തെ കാര്യം എന്താ ഏതാന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെ. ആ സമയത്ത് കൃഷ്ണമംഗലത്തെ കൊടുമ്പരി കൊണ്ട് ചർച്ചയിലാണ്. എല്ലാരും കൂടി ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ ആ വിൽപത്രം രജിസ്റ്റർ ചെയ്തു. ഒരു പക്ഷേ ഇത് അമ്മ ഇത് അറിഞ്ഞ സമയത്ത് പറയുമായിരുന്നെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷമല്ല അമ്മ ഇത് പറഞ്ഞേന്ന് ചോദിക്കാം. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാന്ന് ചോദിക്കണം. ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അലോക് പറഞ്ഞു, എല്ലാത്തിനെയും കൂടെ അടിച്ചിറക്കും ഞാൻ എന്നൊക്കെ പറയണം ഇങ്ങോട്ടെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ. അനന്തം പറഞ്ഞു, അതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല അലോകെ. അതുകൊണ്ട് നമ്മളിവിടെ തന്ത്രപൂർവ്വം കളിക്കണമെന്ന് പറയണം. അച്യുതൻ ചോദിച്ചു, തന്ത്രപൂർവ്വം? അതെ, നമ്മൾ ആദ്യം ഗോമതിയെ കയ്യിലെടുക്കണം. അവളോട് സ്നേഹമാണെന്ന് നമ്മൾ ഭാവിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ അലോക് പറഞ്ഞു, അതൊന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അലോകെ, കാര്യം നടക്കണേ മതി. ഗോമതിയോട് സ്നേഹമാണെന്ന് ഭാവിച്ച് ഗോമതി നമ്മൾ അടുത്തു കൂട്ടണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാവുള്ളൂ. അതിനുശേഷം വേണം ഗോമതിയുടെ കയ്യിൽ നിന്ന് ഈ വീട് സ്ഥലമൊക്കെ നമ്മൾ നമ്മുടെ പേരിലേക്ക് എഴുതി മാറ്റാനായിട്ട്. അതുവരെ നമ്മൾ നമ്മളെ തന്ത്രം പ്രയോഗിക്കണമെന്ന് പറയാണ്. പിന്നെ അമ്മയോടൊരു കാര്യം, അമ്മ ഒരു കാരണവശാലും അതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്നും പോയി ആരോടും പറഞ്ഞു കൊടുത്തേക്കരുത്. അറിയാലോ, ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ? പറഞ്ഞു കൊടുക്കരുത്. ഗോമതി ഒരിക്കലും അറിയരുത് കൃഷ്ണമംഗലം അവരുടെ പേരിലാന്ന്. അല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്ന് അച്യുതൻ ചോദിക്കുക. അനന്തേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഗോമതി സമ്മതിച്ചില്ലെങ്കിലോ? ഇത്രയും കാലം എല്ലാവരുടെ മുന്നിൽ ഇത് കൃഷ്ണമംഗലമായിരുന്നു. ഇനിയിപ്പം ഇതൊക്കെ ഗോമതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദേവമംഗലമായിട്ട് മാറില്ലേ? അപ്പം നമ്മൾ നാണം കെട്ട് ഇവിടെ നിറങ്ങേണ്ടി വരില്ലേ? നമുക്ക് എന്ത് വില ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുക. അനന്തൻ പറഞ്ഞു, അതല്ലേ പറഞ്ഞേ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന്. തന്ത്രപൂർവ്വം സമാധാനപൂർവ്വം വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടങ്കോലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അനന്തൻ അവരെ ബോധ്യപ്പെടുത്തുവാണ്. അലോകിന് ഇച്ചിരി മുൻചൂണ്ടി എടുത്ത ചേട്ടൻ കൂടുതലുണ്ട്. അതുകൊണ്ട് അലോക് ഇങ്ങനെ അവരെ വെട്ടണം കുത്തണം എന്നൊക്കെ പറയണേ. പക്ഷെ അനന്തൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ഗോമതി മീനാക്ഷിയും മിത്രം കൂടെ ആര്യം വരുന്നതും കാത്ത് മുറ്റത്തൊന്നും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഗോമതി എന്തായിരിക്കും പോലും ഇതിലായിട്ട് ആര്യം വരാത്തെ? എൻ്റെ അമ്മയൊന്ന് സമാധാനപ്പെടാ, ആര്യം ഇങ്ങോട്ടേക്ക് വരണ്ടേ എന്നൊക്കെ പറയണം.
മിത്ര പറഞ്ഞു അപ്പച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, ഒന്നും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ബൈക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. ബൈക്കിന്റെ ശബ്ദം കേട്ട് ആര്യം വന്നപ്പോഴത്തേനും ഗോമതിക്ക് ഒന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്. കാരണം ആര്യം വന്നല്ലോ, ഇനി കുഴപ്പമില്ല, അവൻ കാര്യങ്ങളൊക്കെ ബാലേട്ടന്റെ മുഖത്ത് നോക്കി ചോദിച്ചോളും, ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ആര്യം വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ എല്ലാരും കൂടെ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, എല്ലാം പോയി മോനെ, എന്റെ ജീവൻ നശിച്ചു പോയി, ഞാനിപ്പോ ഈ കുടുംബത്തിൽ ആരും അല്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുവാണ്. ആരും ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അപ്പോഴേക്കുമാണ് മീനാക്ഷി പറയണേ, ഇന്നലെ ഫോൺ വിളിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയണം. ഈ സമയം ഗോമതി പറഞ്ഞു, മോനെ നിന്റെ അച്ഛനോട് ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരനോ? അതെ, എന്താ ഏതാണെന്നും അറിയത്തില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകാരന്റെ മോനാന്നൊക്കെ പറയണേ. മിത്ര പറഞ്ഞു, അത് പിന്നെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോനെന്നും പറഞ്ഞ അച്ഛനും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു പറയണം. ആഹാ, അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് പറയണം. മോനെ നീ പോയി ചോദിക്കണം, നീ ഇതങ്ങനെ വെറുതെ വിടില്ലെന്ന് പറയണം. ഞാൻ പോയി ചോദിച്ചാളാം അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ, ദേ അമ്മയ്ക്കൊപ്പം ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കണം. ആ, എനിക്ക് അത് മതി, നിന്റെ ഈ ഒരു വാക്ക് കേട്ടാ മതി. പിന്നെ ആ ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ എന്ന് പറയണം. നോക്കാം, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും ഗോമതി ഞാനും കൂടെ പോകാന്ന് പറയണം. മീനാക്ഷി തടഞ്ഞു. തൽക്കാലത്തേക്ക് അമ്മ പോണ്ട, അമ്മ ഇവിടെ നിന്നാ മതി, അമ്മയും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം രൂക്ഷമാവുള്ളൂ എന്ന് പറയണം. പിന്നീട് ബാലിന്റെ അടുത്തേക്ക് ആരും ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലൻ പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ്. ആരിനെ കണ്ടപ്പോഴേ എഴുന്നേറ്റ് ആഹാ, നീ വന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ യാത്രയൊക്കെ? അല്ല, ലോങ് ഓട്ടോ ആയിരുന്നല്ലോ. ഇത് കേട്ടപ്പോൾ ആര്യൻ ഇങ്ങനെ ഒരു അന്താളിപ്പോട് കൂടി ബാലിനെ നോക്കണം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സാധാരണ ബാലൻ, എപ്പോഴും കുറ്റപ്പെടുത്തം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ബാലനോട് ആര്യം പറഞ്ഞു, അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അച്ഛൻ ഏതോ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതേതാ ചെറുപ്പക്കാരൻ ചോദിക്കുക. അതോ, അതെന്റെ കൂട്ടുകാരന്റെ മോനാന്ന് പറയണ. അല്ലച്ചാ, ഏത് കൂട്ടുകാരന്റെ മോനാണെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛനെ ആ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഇങ്ങനെ ആരിനെ ഒന്ന് നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നു നല്ല സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സ്പീഡ് കുറച്ചാ കേട്ടോ പറയണേ, നല്ല സ്ലോയിലാ പറയണേ. അതപ്പോൾ സ്പീഡ് കൂടുതലാന്ന് കുറച്ച് പേര് കമന്റ് ഇട്ടുകൊണ്ട് മാത്രം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.